50-50 ഫോർമുല സ്വീകാര്യമല്ല. മോൺസിഞ്ഞോർ ആന്റണി നരികുളം. കുർബാനയുടെ ഏകീകൃത കുർബാന എന്ന് പറയുന്ന ആ 50-50 ഫോർമുല അപ്രസക്തമായതിനാൽ സ്വീകാര്യമല്ല. മോൺസിഞ്ഞോർ ആന്റണി നരികുളം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണി പറമ്പിലച്ചൻ. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പേരിൽ നരികുളമച്ചൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അതിലെന്താണ് ഉള്ളതെന്ന് ഉള്ളടക്കം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏകം മീഡിയയിൽ പാർട്ട് 3 എന്ന പേരിൽ വന്നിരിക്കുന്ന ആ വീഡിയോയിലെ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിനുള്ള എൻ്റെ ഒരു മറുപടിയും അതിൻ്റെ വിശകലനവുമാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നത്. എനിക്ക് 1-2 അപേക്ഷകളുണ്ട്. ഒന്ന്, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേൾക്കണം. നിങ്ങൾ ഏകം മീഡിയയിൽ അച്ഛൻ പറഞ്ഞതും കേൾക്കണം. അതായത് പ്രത്യേകിച്ച് പാർട്ട് 3, അത് 7 മിനിറ്റോളേ ഉള്ളൂ. അതിന് ഞാൻ കൊടുക്കുന്ന മറുപടികളാണിത്. എൻ്റെ വീഡിയോ കുറച്ച് സുദീർഘമാണ്. അതിന് കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദീർഘമാണെങ്കിലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ കേൾക്കണം. അതായത് എറണാകുളത്തെ വിമതരുടെ തട്ടിപ്പുകളുടെ സൂത്രങ്ങളുടെ തനി സ്വഭാവം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ഏകം മീഡിയയിൽ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. 2, നമ്മുടെ മെത്രാന്മാരുടെ ജീനിയസ് വെളിപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മെത്രാന്മാരുടെ ജീനിയസ്, നമ്മൾ അവരെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും, എങ്കിൽ അവർ ചില ജീനിയസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് മിസ്സാകരുത്. മെത്രാന്മാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് മെത്രാന്മാർക്ക് ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ പിന്നീടുള്ള ചർച്ചകളിലും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് ഒരു സൂചന ഞാൻ നൽകുന്നുണ്ട്. മറ്റൊന്ന്, മുന്നോട്ടുള്ള ചർച്ചകളിൽ നിങ്ങൾക്ക് വളരെ പ്രസാദാത്മകമായി ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അതിനാൽ ഒരല്പം സമയമെടുത്താണെങ്കിലും, ഒരുപാട് തിരക്കുള്ളവരാണെന്ന് അറിയാം, എങ്കിലും ഇത് മുഴുവൻ കാണണമെന്നും ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടവർ മറ്റുള്ളവർക്ക് ആ ആശയം പങ്കുവെക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ഈ പാർട്ട് 3 വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഈ ശീർഷകത്തെക്കുറിച്ചൊന്ന് പറയാൻ എനിക്കുണ്ട്. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ. ഉതപ്പെന്ന് വെച്ചാൽ സ്കാൻഡൽ, ഇടർച്ച. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ. ആദ്യമേ പറയട്ടെ, മോൺസിഞ്ഞോർ നരികുളത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പുസ്തകം എഴുതിയത് നന്നായി. 50 കോപ്പികളെങ്കിലും വാങ്ങിക്കാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാർലൂയിസ് ബുക്ക് സ്റ്റോളിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് 50 കോപ്പികളെങ്കിലും വാങ്ങിക്കാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാരെങ്കിലും പോയി വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിക്കണം, തന്നാൽ. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പുസ്തകം ഞാൻ എഴുതി നന്നായി എന്ന് പറയുന്നതും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും സത്യത്തെ വളച്ചൊടിക്കുക, വടുക്കാക്കി തനിക്കാക്കുക, അറിവില്ലായ്മയിൽ അഹങ്കരിക്കുക, പിന്നെ ഓന്ത് നിറം മാറുന്നതിനേക്കാൾ എളുപ്പത്തിൽ വാക്ക് മാറുക തുടങ്ങിയ ചില പ്രത്യേകതരം ദൈവശാസ്ത്രജ്ഞന്മാരുടെ കലകൾ പഠിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു പുസ്തകം ആധുനിക കാലത്ത് രചിക്കപ്പെട്ടിട്ടില്ല. അത്തരം ദൈവശാസ്ത്രജ്ഞന്മാരുടെ കലകൾ എറണാകുളം അങ്കമാലിയിൽ മാത്രം കിട്ടുന്ന ഒരു ഇനമാണ്. അതിൻ്റെ ഒരു നഖചിത്രം അല്ലെങ്കിൽ നേർചിത്രം, പരിച്ഛേദം ഈ ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ഇത് ഗ്രന്ഥം കിട്ടിയിട്ടില്ല, പക്ഷേ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള നരികുളച്ചൻ്റെ വിശദീകരണത്തിൽ നിന്ന് വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം കോപ്പികൾ, പറ്റുമെങ്കിൽ 50 കോപ്പികളെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഇത് വേണ്ടി വരും. എന്തൊക്കെയാണ് ഇവിടുത്തെ തട്ടിപ്പുകൾ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇത് ആവശ്യം വരും. 2, ഇതിൽ ചില ഭാഗങ്ങളെല്ലാം തർജ്ജമ ചെയ്ത് റോമായിൽ സമർപ്പിക്കുകയും ചെയ്യാലോ. എറണാകുളത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ റോമായിലുള്ളത്. തട്ടിൽ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റോമായിൽ. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. ആ മുണ്ടിന് മുകളിൽ വെക്കാൻ പറ്റിയ ഒരു കിരീടമാണ് ഈ ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന ഗ്രന്ഥം. 3, ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന ആ ശീർഷകം വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു. 3 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു. വിമത വൈദികൻ ഫാദർ നരികുളം മേജർ സെമിനറി റെക്ടർ ആയതാണ് ഒത്തുതീർപ്പിലെ ആദ്യത്തെ ഉതപ്പ്. അപ്പോൾ ഈ പുസ്തകം നരികുളമച്ചനെ കുറിച്ചാണ്. ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഇടഞ്ഞു നിൽക്കുന്ന വൈദികരെല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടി സമവായത്തിൻ്റെ മനസ്സോടെ മോൺസിഞ്ഞോർ നരികുളത്തെ മേജർ സെമിനറി റെക്ടറാക്കി. അത് ഒത്തുതീർപ്പിൽ ഉതപ്പല്ലേ?
ആ ഉതപ്പിൻ്റെ അലയൊലികൾ സുറിയാനി കൽതായി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ കെട്ടടങ്ങിയിട്ടില്ലല്ലോ. ഈ എറണാകുളംകാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയല്ലേ നരികുളച്ചനെ ആലുവ മേജർ സെമിനാർ റെക്ടറാക്കിയത്? അതൊരു ഒത്തുതീർപ്പായിരുന്നു. അതുകൊണ്ടുണ്ടായ ഉതപ്പുകൾ സീറോ മലബാർ സഭയിൽ അതിൻ്റെ ഉതപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ അലയടികൾ തീർന്നിട്ടുണ്ടോ? അത്ര വലിയ ഉതപ്പാണ് സൃഷ്ടിച്ചത്. അദ്ദേഹം ഈ ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ ആ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെത്രന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്, നരികുളത്തിൻ്റെ ഭാഷ. എനിക്ക് 3 തലമുറയിലെ മെത്രാന്മാരായിട്ട് പരിചയമുണ്ട്. ആദ്യത്തെ തലമുറ മെത്രാന്മാർ, എന്നിട്ട് അദ്ദേഹം കുറച്ച് മെത്രാന്മാരുടെ പേര് പറയുന്നുണ്ട്. ഞാൻ ഏതാനും പേരെ സൂചിപ്പിക്കുക. നിങ്ങൾക്ക് ആ ഏകത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കാണാം. ഈ ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ. പഴയപ്പറമ്പിൽ പിതാവ്, കണ്ടത്തിൽ പിതാവ്, അങ്ങനെ പിതാക്കന്മാരുടെ പേര് പറയണം. ഇവരെനിക്ക് നേരിട്ട് പരിചയമില്ല, എങ്കിലും അവർ വിശുദ്ധരായ മനുഷ്യരായിരുന്നു, നീതിബോധമുള്ളവരായിരുന്നു, സത്യസന്ധരായിരുന്നു. 2ാം തല മെത്രാന്മാർ അവരെനിക്ക് നേരിട്ട് പരിചയമുണ്ട്, കണ്ടും കേട്ടും പരിചയമുണ്ട്. പാറക്കാട്ടിൽ പിതാവ്, പഴയാറ്റിൽ പിതാവ്, കുണ്ടുകുളം പിതാവ്, അങ്ങനെ കുറച്ച് പേരുകളെ പറയുന്നുണ്ട്. അവരോടും വലിയ ബഹുമാനമുണ്ട്, നീതിബോധമുണ്ട്, കാരണം അവർക്ക് സത്യസന്ധതയൊക്കെയുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ മെത്രാന്മാർ, അവരെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. അവരുടെ രീതികളും മറ്റും കണ്ടപ്പോൾ അവരെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. ഈ മെത്രാന്മാരുടെ പേരുകളൊക്കെ നോക്കിയാൽ ഒരു പ്രദേശത്തുള്ള മെത്രാന്മാരുടെ പേരുകൾ മാത്രമേ നരികുളത്തിന് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തെ മേജർ സെമിനാർ റെക്ടറാക്കിയ ആ കർദിനാളിൻ്റെ പേരെങ്കിലും പറയാമായിരുന്നു. അത് മറന്നുപോയത് ശരിയായോ? ഒരു പ്രദേശത്തുള്ള മെത്രാന്മാരുടെ പേരുകൾ മുഴുവൻ പോട്ടെ, അത് പറഞ്ഞിട്ടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട പ്രദേശത്തെ മെത്രാന്മാരുടെ പേരുകൾ മാത്രം പറഞ്ഞ് മറ്റ് മെത്രാന്മാരെല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിട്ട് ഇദ്ദേഹത്തെ മേജർ സെമിനാർ റെക്ടറാക്കിയ കർദിനാളിൻ്റെ പേരെങ്കിലും പരാമർശിക്കാമായിരുന്നു, ഇഷ്ടമുണ്ടായില്ലെങ്കിലും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വിമത വൈദികരുമായിട്ട് നരികുളം അച്ഛൻ നടത്തിയ ഒത്തുതീർപ്പല്ലേ? ആ ഒത്തുതീർപ്പിൻ്റെ ഉതപ്പല്ലേ ഈ മെത്രാന്മാരുടെ പേരുകൾ സെലക്റ്റീവായിട്ട് ഒരു പ്രദേശത്തുള്ളവരുടെ മാത്രം പേരുകൾ എടുത്ത് പറയുന്നത്? അത് വിമത വൈദികരുമായിട്ടുള്ള ഒത്തുതീർപ്പ് നരികുളച്ച് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ? അതൊരു ഉതപ്പല്ലേ? അതുകൊണ്ട് ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പേര് വളരെ ഗംഭീരം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ വിമത വൈദികരും നരികുളച്ചനും ഉണ്ടാക്കിയ ഒത്തുതീർപ്പുകളുടെ ഉതപ്പുകളാണ്. കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ മാരക പാപമാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക. അങ്ങനെ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് ആഭിചാര കുർബാന അർപ്പിക്കുമ്പോൾ അത് നോക്കി നിന്ന് രസിക്കുകയും അത് തടയാനായിട്ട് യാതൊന്നും ചെയ്യാതിരിക്കുകയും അതിനിപ്പോഴും ന്യായവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്, അത് നരികുളച്ചൻ ചെയ്യുന്നത് വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക് ഉണ്ടാക്കുന്ന ഉതപ്പുകൾക്ക് വല്ല കണക്കുമുണ്ടോ? അതും വിമതരുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പുകളിലെ ഉതപ്പുകളല്ലേ നരികുളച്ചോ? നരികുളമച്ചൻ്റെയും മറ്റും പ്രേരണയാൽ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അക്രമം അഴിച്ചു വിട്ടതിൻ്റെ പേരിൽ കത്തീഡ്രൽ ബസിലേക്ക് അടച്ചിടേണ്ടി വന്നു. സക്രാരിലെ കർത്താവ് തനിച്ചാണെന്നും കർത്താവിനെ തനിച്ചാക്കി പള്ളി പൂട്ടിയിടാൻ ഇടവരുത്തരുതെന്നും അങ്ങനെ സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ, പൂട്ടിയിടരുതെന്നും വിചാരിക്കേണ്ടതായിരുന്നു, പോട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ കർത്താവിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് അന്ന് വികാരിയായിരുന്ന ഫാദർ നരികുളത്തിന് തോന്നാതിരുന്നത് വിശ്വാസികളിൽ ഉണ്ടാക്കിയ ഉതപ്പിന് കയ്യും കണക്കുമുണ്ടോ? ഇതും തനിക്ക് പ്രിയപ്പെട്ടവരായ സഭാവിരുദ്ധരുമായി നരികുളമച്ചൻ ഉണ്ടാക്കിയ ഒത്തുതീർപ്പിൻ്റെ ഉതപ്പുകളല്ലേ? അതുകൊണ്ട് ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന ടൈറ്റില് നരികുളമച്ചന് ചേരുന്ന ടൈറ്റില് തന്നെ. അദ്ദേഹം ഉണ്ടാക്കിയത് അത്രയും ഉതപ്പുകൾ സുറിയാനി കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയിൽ മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ ഞാൻ ഒരു പരിഷ്കരിച്ച പതിപ്പുണ്ടാകുമല്ലോ, അതിന് ഇടാനുള്ള പേര് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്നതിന് പകരം വിമതരുമായുള്ള ഒത്തുതീർപ്പുകളിലെ ഉതപ്പുകൾ, അതാണ് കുറച്ചുകൂടി ചേരുക. ഈ പുസ്തകത്തിൽ ഉള്ളടക്കത്തോടെ നീതി പുലർത്തുക. വിമതരുമായുള്ള ഒത്തുതീർപ്പുകളിലെ ഉതപ്പുകൾ, അങ്ങനെ ആയാൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തോട് കുറച്ചുകൂടി നീതി പുലർത്താം. ഇനി നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യത്തിലേക്ക് വരികയാണ്. ഒത്തുതീർപ്പുകളുടെ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിലേക്ക്. ഇത് നരികുളച്ചൻ പറയുന്നതാണ്.
നരികുളച്ചൻ്റെ വാക്കുകൾ. ആദ്യത്തെ അധ്യായം അൾത്താരാഭിമുഖമായി കുർബാന അർപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം, അതാണ് ആദ്യത്തെ അധ്യായത്തിൽ. രണ്ടാമത്തെ അധ്യായം ജനാഭിമുഖ കുർബാനയുടെ പ്രസക്തി. മൂന്നാമത്തെ അധ്യായം എന്തുകൊണ്ടാണ് 50-50 എന്ന ഫോർമുല സ്വീകാര്യമായിട്ടുള്ള ഫോർമുല എന്ന് ഞാൻ പറയാൻ കാരണം. ഇന്ന് 3 രീതിയിലാണ് കുർബാന അർപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. 1, പൂർണ്ണമായും അൾത്താരാഭിമുഖം. 2, പൂർണ്ണമായും ജനാഭിമുഖം. 3, സിനഡിന്റെ പുതിയ പ്രപ്പോസലും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ 50-50 എന്ന ഏകീകൃത കുർബാന. എൻ്റെ അഭിപ്രായത്തിൽ 2 സാധ്യതകളേ ഉള്ളൂ കുർബാന അർപ്പിക്കാൻ. ഒന്നുകിൽ മുഴുവനായും അൾത്താരാഭിമുഖമായി കുർബാന അർപ്പിക്കുക. അതിന് ചരിത്രമുണ്ട്, പശ്ചാത്തലമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ഒരു സിംബളിസമുണ്ട്. ഞാനിത് 100% അംഗീകരിക്കുന്ന മനുഷ്യനാണ്. നരികുളച്ചൻ പറയാണ്, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഒരു വാദഗതിയോടും എനിക്ക് വിരോധമില്ല. ഇത് നരികുളച്ചൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏകം മീഡിയയിൽ കാണാം. എനിക്കിതിനോട് പറയാനുള്ള സംഗതി, നരികുളച്ചോ ഇതിനോട് 100% യോജിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ 1962 മുതൽ പിന്നെ ഈ ഇപ്പോൾ വരെ, ഈ നിമിഷം വരെ ഇത്തരം രീതികളോട് കഠിനമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്? ഇതിനോട് 100% യോജിക്കുന്നുവെങ്കിൽ എന്തിനാണ് അച്ഛൻ നേതൃത്വം കൊടുത്ത് ഈ വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ഇറക്കി വിട്ട് ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധം സമരമുറകളും അക്രമങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് കിഴക്കോട്ട് നോക്കുന്നത് സൂര്യാരാധനയാണെന്ന തെറ്റായ പ്രബോധനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സംഭാവനയാണ് ബൈബിളിലുള്ളതല്ല എന്ന ഈ നുണ, അതായത് കിഴക്കോട്ട് നോക്കുന്നത് ബൈബിളിലുള്ളതല്ല എന്ന നുണ നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അങ്ങ് തന്നെയാണ് പറഞ്ഞത്, മുഴുവനായും അൾത്താരാഭിമുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുക. അതിന് ചരിത്രമുണ്ട്, പശ്ചാത്തലമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, സിംബോളിസമുണ്ട്. ഞാൻ 100% അംഗീകരിക്കുന്ന മനുഷ്യനാണ്. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഞാൻ അംഗീകരിക്കുന്നു. അതിലൊരു വാദഗതിയോടും എനിക്ക് വിരോധമില്ല. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഇക്കാര്യം. നമ്മുടെ സഭയിൽ പ്രശ്നമേ ഉണ്ടാകില്ലല്ലോ, ലിറ്ററേച്ചർ പ്രശ്നമേ ഉണ്ടാകില്ല. അങ്ങേക്ക് ഇത് അറിയാമെങ്കിൽ, അങ്ങ് ഇതിനോട് യോജിക്കുന്നെങ്കിൽ. വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, നരികുളച്ചൻ്റെ വാക്കുകൾ. ജനാഭിമുഖ കുർബാനയെക്കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചരിത്രത്തിൽ എവിടെയാണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ചരിത്രത്തിൽ എവിടെയാണ് ജനാഭിമുഖ കുർബാന ഉണ്ടായിട്ടുള്ളത്? 2-ാം വത്തിക്കാൻ സൂനദസിന് ശേഷം മാത്രമാണ് ജനാഭിമുഖ കുർബാന എന്ന ചിന്ത തന്നെ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 50-60 സംവത്സരങ്ങൾ മാത്രം പ്രായം. 60 സംവത്സരങ്ങൾക്ക് മുമ്പ് മാത്രം ഉണ്ടായ പ്രതിഭാസം 4-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ ഉണ്ടാകുമോ? അന്നത്തെ ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുമോ? ഇല്ല. പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് പഴയ പുസ്തകങ്ങൾ കാണുക? ഇത്രയാണ് ഈ നരികുളച്ചൻ്റെ വാക്കുകൾ. നന്ദി നരികുളച്ചോ, നന്ദി. ദൈവാത്മക കുർബാനയാണ് സഭയുടെ പാരമ്പര്യമെന്നും സഭയുടെ ആദിമകാലം തൊട്ട് സഭയിൽ നിലനിൽക്കുന്നത് ദൈവോന്മുഖ കുർബാന എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ ഈ കിഴക്കോട്ട് തിരിഞ്ഞൽ കുർബാനയാണെന്ന് അങ്ങ് അംഗീകരിക്കുകയും ജനാഭിമുഖ കുർബാന ഒരു പുതിയ പ്രതിഭാസം മാത്രമാണ് എന്ന് തുറന്ന് എഴുതുകയും ചെയ്തല്ലോ. വളരെയധികം നന്ദി. നമുക്കിതിലേക്ക് വരാം. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. 2-ാമത്തെ അധ്യായത്തിൽ ഞാൻ വിവരിച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തെക്കാൾ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അഭിപ്രായമാണ്. ലത്തീൻ സഭയിൽ ജനാഭിമുഖ കുർബാന ഇന്നും തുടരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ന്യായീകരണം വേണം. അത് ശരിയാണ്. ഇങ്ങനെയാണ് മാർപ്പാപ്പ ന്യായീകരിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് നോക്കി കുർബാന ചൊല്ലാൻ എല്ലായിടത്തും സാധിക്കില്ല. റോഡുകൾ സൗകര്യം, യാത്രാ സൗകര്യം, ഭൂമിയുടെ കിടപ്പ് ഒക്കെ നോക്കിയല്ലേ പള്ളി പണിയാൻ പറ്റൂ. അതുകൊണ്ട് ചിലപ്പോൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി പള്ളി പണിയേണ്ടി വരും. അപ്പോൾ എങ്ങോട്ട് നോക്കി കുർബാന ചൊല്ലണം? കുരിശ് വെച്ചിരിക്കുന്നിടത്തേക്ക് നോക്കി കുർബാന ചൊല്ലണം. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. കുരിശിന് അഭിമുഖമായി കുർബാന ചൊല്ലണം. കിഴക്കോട്ട് നോക്കി കുർബാന ചൊല്ലാൻ എല്ലായിടത്തും സാധിക്കാത്തതിനാൽ കുരിശിലേക്ക് നോക്കി കുർബാന ചൊല്ലണം. കുരിശ് എവിടെ വെച്ചിരിക്കുന്നുവോ അതായിരിക്കണം നമ്മുടെ കിഴക്ക്. ജനാഭിമുഖ കുർബാനയിൽ മാർപ്പാപ്പ പറയുന്ന പ്രപ്പോസൽ ഇതാണ്. പ്രപ്പോസൽ അൾത്താർ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിലാണ് കേട്ടോ ഈ പ്രപ്പോസൽ. അൾത്താരം നടുക്കിടുക, അതിൽ ഒരു കുരിശ് വെക്കുക. വൈദികനെ കുരിശിലേക്ക് നോക്കട്ടെ, ജനങ്ങൾ അപ്പുറത്തുനിന്ന് ഈ കുരിശിലേക്ക് നോക്കട്ടെ. കുരിശിലേക്ക് നോക്കി കുർബാന അർപ്പിക്കണം.
അതിനാൽ ജനാഭിമുഖം എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. കുർബാന അർപ്പിക്കുന്ന വൈദികൻ ഒരിക്കലും ജനങ്ങൾ നോക്കി കുർബാന ചൊല്ലരുത്. ഇതെല്ലാം നരികുളച്ചൻ്റെ വാക്കുകളാണ്. ജനങ്ങൾ ഒരിക്കലും വൈദികനെ നോക്കി കുർബാന അർപ്പിക്കരുത്. എല്ലാവരും നോക്കേണ്ടത് അൾത്താരിലെ കുരിശിലേക്കാണ്, അല്ലെങ്കിൽ അൾത്താരുടെ സമീപത്ത് വെച്ചിരിക്കുന്ന കുരിശിലേക്കായിരിക്കണം. അതിനാൽ ജനാഭിമുഖ കുർബാന എന്ന് പറയാൻ പറ്റില്ല, അൾത്താരാഭിമുഖം എന്നും പറയാൻ പറ്റില്ല. കാരണം ജനാഭിമുഖ കുർബാനയിലും അൾത്താരാഭിമുഖമാണ്. ഒന്നുകിൽ കിഴക്കോട്ട് നോക്കിയുള്ള കുർബാന, മറ്റത് ആദ്യത്തേത് കിഴക്കോട്ട് നോക്കിയുള്ള കുർബാന, മറ്റത് കുരിശിലേക്ക് നോക്കിയുള്ള കുർബാന. ഇത് നരികുളച്ചൻ്റെ വാക്കുകളാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ കാര്യം ഇത് മറക്കരുത്. കാരണം നമുക്കിത് ആവശ്യം വരും. ഈ ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് ആവശ്യം വരും. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് നരികുളച്ചൻ്റെ സൂത്രം മുഴുവൻ വെളിപ്പെടുന്ന ഒരു സംഗതി കൂടിയാണിത്. ഒന്ന്, രണ്ട് സൂത്രങ്ങൾ മാത്രം, നരികുളച്ചൻ 2 സൂത്രങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒന്ന്, അദ്ദേഹം എടുത്തെഴുതിയിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന ഗ്രന്ഥത്തിൽ തന്നെ രണ്ടാമത്തെ സൂനോദസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖ കുർബാന സഭയിൽ ആരംഭിച്ചതെന്ന് സുദീർഘമായി ബെനഡിക്ട് മാർപ്പാപ്പ പ്രതിപാദിച്ചിട്ടുണ്ട്. നരികുളച്ചൻ റെഫർ ചെയ്ത അതേ പുസ്തകത്തിൽ, അതേ അധ്യായത്തിൽ ഇതേക്കുറിച്ച് അനേകം വീഡിയോസ് ഞാൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. ലിറ്റർജി പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൽ അത് വളരെ വിശദമായി ഞാൻ എഴുതി പ്രസാധനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനിയിപ്പം എൻ്റെ ഒരു വ്യാഖ്യാനമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ ഇംഗ്ലീഷ് എഴുതിയതിന് ശേഷമാണ് ഞാൻ മലയാളം കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് വരാതിരിക്കാൻ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടും, ബിബ്ലിയ അക്കാദമിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററേച്ചർ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇല്ലെങ്കിൽ അത് ഇറക്കാൻ ഞാൻ തയ്യാറാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ 6 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററേച്ചർ ഇല്ലെങ്കിൽ ഞാൻ അത് തയ്യാറാക്കാൻ തയ്യാറാണ്. ഉണ്ടെന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതിനകത്ത് മാർപ്പാപ്പ പറയുന്നൊരു സംഗതി അല്പം എന്താ പറയുക, നമ്മുടെ മെത്രാന്മാരുടെ അറിവില്ലായ്മ കൂടി വെളിപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ 1962 മെത്രാന്മാരെല്ലാവരും 2000-ലധികം മെത്രാന്മാർ വത്തിക്കാനിൽ ചെല്ലുകയാണ്. മുൻപൊന്നും അങ്ങനെ വത്തിക്കാൻ അങ്ങനെ പോകാൻ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ മെത്രാന്മാർക്ക്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ ജനങ്ങൾക്ക് അഭിമുഖ കുർബാന ചൊല്ലുന്നുവെന്ന് മെത്രാന്മാർക്ക് തോന്നി. അവിടുത്തെ ഈ ഒരു കുന്ന് നിരപ്പാക്കിയിട്ടാണ് വത്തിക്കാൻ ഈ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി പണിതത്. അവിടുത്തെ ഭൂമിശാസ്ത്രം അനുസരിച്ച് മാർപ്പാപ്പെങ്കിലും കിഴക്കോട്ട് നോക്കി നിൽക്കാൻ, പ്രത്യേകിച്ചും ഈ പത്രോസിലേക്കായി അടക്കിയിരിക്കുന്ന കബറിടത്തിന് മുകളിൽ നേരെ മുകളിൽ ഒരു അൾത്താരയുണ്ട്. ആ അൾത്താരയുടെ മുകളിൽ നിന്ന് മാർപ്പാപ്പ മാത്രം കുർബാന ചൊല്ലൂ. ആ അൾത്താരയിൽ വേറെ ആരും കുർബാന ചൊല്ലില്ല, മാർപ്പാപ്പ മാത്രമാണ്. കാരണം പത്രോസിന്റെ കബറിടത്തിന് മുകളിലാണ് ആ അൾത്താര. അവിടെ നിന്നുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കിഴക്കോട്ട് നോക്കണമെങ്കിൽ ജനങ്ങളുടെ അപ്പുറത്ത് നിന്ന് നോക്കാൻ പറ്റൂ. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ജനാഭിമുഖമാണ്. അത് ഭൂമിശാസ്ത്രപരമായി ഘടന കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. പക്ഷെ പോയ മെത്രാന്മാർ എന്താ വിചാരിച്ചെന്നറിയോ? ഇതാണ് വത്തിക്കാൻ കൊണ്ടുവരാൻ പോകുന്ന നവീകരണം, ലിറ്റർജി നവീകരണം. അവിടെ നിന്ന് മെത്രാന്മാരെല്ലാവരും അതാത് രൂപതയിലേക്ക് എഴുതി ജനാഭിമുഖ കുർബാന തുടങ്ങാൻ. കാരണം ഇതാണ് രണ്ടാമത്തെ സൂനദോസ് കൊണ്ടുവരുന്ന നവീകരണമെന്ന് മെത്രാന്മാർ തെറ്റിദ്ധരിച്ചു. ലോകമെമ്പാടും ഇത് തുടങ്ങി ജനാഭിമുഖ കുർബാന. മെത്രാന്മാർ ഈ ജനാഭിമുഖ കുർബാന എന്ന വാക്ക് പോലും ചർച്ച ചെയ്തിട്ടില്ല, ആ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല രണ്ടാമത്തെ സൂനദോസിൽ. ഇങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞ് ഈ സിനഡെല്ലാം കഴിഞ്ഞ് സൂനദോസ് കഴിഞ്ഞ് 65-ൽ സൂനദോസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെത്രാന്മാർ കാണുന്നത് മുഴുവൻ, അല്ലെങ്കിൽ സഭ മുഴുവൻ കാണുന്നത് എല്ലാവരും ജനാഭിമുഖ കുർബാന തുടങ്ങി. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് രണ്ടാമത്തെ സൂനദോസിനെ തെറ്റിദ്ധരിച്ചിട്ടും മാർപ്പാപ്പ ചൊല്ലുന്ന വിധത്തെ അത് മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കാതെ ജനങ്ങൾക്ക് അഭിമുഖം നിൽക്കുന്നെന്ന് മെത്രാന്മാരെ തെറ്റിദ്ധരിച്ചിട്ടുമാണ് ഈ ജനാഭിമുഖ കുർബാന തുടങ്ങിയെന്ന് ഈ രണ്ടാമത്തെ സൂനദോസിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അതിനകത്ത് പ്രതിപാദിച്ചത്. അപ്പോൾ ജനാഭിമുഖ കുർബാന എന്നുള്ളത് രണ്ടാമത്തെ സൂനദോസിന് ശേഷമുണ്ടായ പ്രതിഭാസം എന്ന് പറഞ്ഞ് ശരിയാണ്, പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുള്ള പ്രതിഭാസമാണ്. രണ്ടാമത്തെ സൂനദോസിന് ശേഷമാണ് ഉണ്ടായതെന്നുള്ള കാര്യം നരികുളച്ചൻ പറയുന്നതോടെ നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ സൂനദോസിന്റെ ചൈതന്യത്തിൽ തുടങ്ങിയതല്ല, തെറ്റിദ്ധരിച്ച് തുടങ്ങിയതാണ്. അത് അദ്ദേഹം മനഃപൂർവ്വം മറച്ചു വെച്ചു. തെറ്റിദ്ധരിച്ച് തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്ന അതേ ആ അധ്യായത്തിൽ നിന്നാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. പക്ഷേ തെറ്റിദ്ധരിച്ചിട്ട് തുടങ്ങിയെന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു വെച്ചു. ആര്? നരികുളച്ചൻ. അത് അദ്ദേഹത്തിൻ്റെ സൂത്രമാണ്. 2, തെറ്റാണെങ്കിലും സംഭവിച്ചു പോയി. ഞാൻ പറഞ്ഞല്ലോ, സംഭവിച്ചു പോയി. സൂനദോസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലോകമെമ്പാടും ലത്തീൻ സഭയിൽ അതുപോലെ നമ്മുടെ സഭയിലൊക്കെ സംഭവിച്ചു പോയി. തെറ്റ് തിരുത്തണം, അതിനുള്ള ശ്രമങ്ങളാണ്
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും ഒക്കെ മാസത്തിലൊരിക്കൽ ട്രെൻഡ് സൂനോദോസിന്റെ കുർബാന, പരമ്പരാഗത കുർബാന ചൊല്ലാൻ അനുവാദം കൊടുത്തത്, മെത്രാന്റെ അനുവാദത്തോടെ ചൊല്ലാൻ പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ചൊല്ലുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ യൂറോപ്പിൽ ചൊല്ലുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ട്രിഡൻഡൈൻ ഹോളി മാസ്. ഞാൻ പല ദിവസങ്ങളിലും ഞാൻ ദൈവോന്മുഖ കുർബാനയാണ് ഇവിടെ ചൊല്ലുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ലത്തീൻ സഭയിലെ എല്ലാ ദിവസവും ജനാഭിമുഖ കുർബാന ചൊല്ലുന്നതെന്നാണ്. മാർപ്പാപ്പ തന്നെയും പല ദിവസങ്ങളിലും ദൈവോന്മുഖ കുർബാന ചൊല്ലുന്നത്. അത് ഈ ശരിക്കുള്ള കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയിലേക്ക്, ദൈവോന്മുഖ കുർബാനയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ തെറ്റുതിരുത്തൽ സമയമെടുക്കും. നമ്മുടെ ഒരു തെറ്റ്, അതായത് 60 ലക്ഷം കത്തോലിക്കരുള്ള സീറോ മലബാർ സഭയിൽ തെറ്റ് തിരുത്താൻ പോയിട്ടുണ്ടാകുന്ന കോലാഹലം നമ്മൾ കാണണം ഈ എറണാകുളത്ത്. അപ്പോൾ ഒരു 120 കോടി കത്തോലിക്കരുള്ള ലത്തീൻ സഭയിൽ തെറ്റ് തിരുത്താനായിട്ട് ഇതുപോലെ ശ്രമിച്ചാൽ എന്തെല്ലാം കലാപങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പം തെറ്റ് തിരുത്താൻ, തെറ്റ് സംഭവിക്കാൻ അധികം സമയമെടുക്കില്ല, തെറ്റ് തിരുത്താൻ സമയമെടുക്കും അല്ലേ. കള്ളുകുടി തുടങ്ങാൻ വലിയ സമയമെടുക്കില്ല, കള്ളുകുടി നിർത്താൻ സമയമെടുക്കും. ഏത് തെറ്റും അങ്ങനെ തന്നെയാണ്. സഭയിൽ മൊത്തത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, അത് തിരുത്താൻ സമയമെടുക്കും. അപ്പം തിരുത്തുന്ന കാലഘട്ടം വരെ, അതായത് എല്ലാവരും ദൈവോന്മുഖ കുർബാനയായിട്ടിലേക്ക് വരുന്ന കാലഘട്ടം വരെ ജനാഭിമുഖ കുർബാന ചൊല്ലേണ്ടി വരുമ്പോൾ ഒരു 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 നിർദ്ദേശം വെച്ചിരിക്കുകയാണ് ആര്, ബെനഡിക്ട് മാർപ്പാപ്പ. ആൾക്കാരിൽ വലിയൊരു കുരിശ് വെക്കുക, എന്നിട്ട് അച്ഛൻ്റെ മുഖം കാണാത്ത തരത്തിൽ കുരിശ് വെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയൊരു കുരിശ്, അതായത് അച്ഛൻ്റെ മുഖം ജനങ്ങൾ കാണരുത്, ജനങ്ങൾ കുരിശിലേക്ക് നോക്കുക, അച്ഛൻ കുരിശിലേക്ക് നോക്കുക. അങ്ങനെ കുർബാന ചൊല്ലുക, പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന വരുന്നത് വരെ എന്നാണ് ഒരു പ്രപ്പോസൽ. വേറെ പ്രപ്പോസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ ഈ ലത്തീൻ സഭയിൽ ലിറ്റർജിയുടെ നവീകരണം പൂർണ്ണമായി ഉണ്ടാകുന്നത് വരെയുള്ള ആ ഇടവേളയിൽ ചെയ്യാൻ പ്രപ്പോസൽ ചെയ്തൊരു സംഗതിയാണ് ജനാഭിമുഖ കുർബാന ചൊല്ലേണ്ടി വന്നാൽ, അതല്ല ശരിയായ രീതി, ചൊല്ലേണ്ടി വന്നാൽ ഇങ്ങനെ കുരിശ് വെച്ച് ആ കുരിശിലേക്ക് നോക്കി, അത് അച്ഛൻ്റെ മുഖം പറയുന്ന തരത്തിൽ കുരിശ് വെച്ച് അച്ഛൻ്റെ മുഖം ജനങ്ങൾ കാണരുത്. കാരണം അച്ഛൻ അവിടെ കഥാപാത്രമല്ല, ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങൾ അച്ഛൻ്റെ മുഖം കാണേണ്ട കാര്യമില്ല, ജനങ്ങളുടെ മുഖം അച്ഛനെ കാണേണ്ട കാര്യമില്ല. അതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ സംഗതി. അതൊരു ഇന്റരിം പീരീഡിലേക്കുള്ള പ്രപ്പോസലായിട്ടാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. അതായത് തെറ്റ് തിരുത്താനുള്ള കാലയളവിലെ, തെറ്റ് തിരുത്താൻ കാലയളവ് നമ്മൾ പറഞ്ഞല്ലോ, ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ. ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല. നിങ്ങൾ പലരും ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററേച്ചർ പുസ്തകം കയ്യിലുണ്ടാകുമല്ലോ, ഇംഗ്ലീഷ് പുസ്തകങ്ങളും കയ്യിലുണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്ന വൈദികർക്ക് നിങ്ങൾക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാകുമല്ലോ. ഈ അദ്ദേഹം പറയുന്ന ഒരു സംഗതി കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കുരിശ് വെച്ചുള്ള കുർബാനയും പോരായ്മയുള്ളതാണ്. കാരണം ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് വൈദികൻ നിൽക്കുന്നത്. മിക്കവാറും പ്രാർത്ഥനകളെല്ലാം ദൈവപിതാവിനെ അഭിസംബോധന ചെയ്ത, ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തല്ല, കുരിശിലെ ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തല്ല. അതിനാൽ കുരിശിലേക്ക് നോക്കി കർത്താവായ ദൈവമേ എന്ന് വിളിക്കുന്നത് അഭംഗിയുണ്ട്. കർത്താവായ ദൈവം എന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നത് പിതാവായ ദൈവത്തിന്. എങ്കിലും ജനത്തെ നോക്കുന്നതിനേക്കാൾ നല്ലതാണ്, ജനത്തെ നോക്കാതിരിക്കാനാണ് കുരിശ് വയ്ക്കാൻ പറയണേ. ഈ ദൈവോന്മുഖം എന്ന് പറഞ്ഞാൽ അവിടെ കുരിശ് മാത്രമല്ല, അവിടെ സ്വർഗത്തിന്റെ പ്രതീതിയാണ്. കർത്താവായ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി, അന്നത്തെ ബലി അത് ഇന്ന് സന്നിഹിതമാക്കുകയാണ്. അതാണല്ലോ കുരിശിൽ ബലി ഇന്ന് സന്നിഹിതമാക്കുകയാണല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. പിതാവായ ദൈവത്തെ നോക്കിക്കൊണ്ട് പുത്രൻ തമ്പുരാൻ പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് ആ കുരിശിലെ ബലി ഇന്ന് സന്നിഹിതമാക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഈ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് ശരി. എങ്കിലും അതിനിപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയത് കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു കുരിശ് വയ്ക്കുക, അങ്ങനെ ഈ ജനങ്ങളുടെ മുഖം കാണാത്ത തരത്തിൽ കുർബാന അർപ്പിക്കുക എന്നാണ്. ഈ കാര്യമാണ് നരികുളച്ചൻ പതുക്കെ അത് പറയാതെ പോയത്. അത് കുരിശ് വെച്ച പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത് ഇടക്കാലത്തേക്കുള്ള, അതായത് തെറ്റ് തിരുത്താനുള്ള സമയത്തേക്കുള്ള ഒരു താൽക്കാലിക സംവിധാനമാണെന്ന് കൃത്യമായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. റോബർട്ട് സാറ എന്ന് പറഞ്ഞ ലിറ്റർജി കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന റോബർട്ട് സാറ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കുറേ മെത്രാപ്പോലിത്തന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലത്തീൻ സഭയിലെ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടാണ് മിക്കവാറും എല്ലാ ലത്തീൻ രൂപതകളിലും ഈ പരമ്പരാഗത രീതി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിവേദനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നിവേദനങ്ങൾ
പക്ഷെ അവിടെ നമ്മുടെ സഭയിലുള്ള പോലെ സീറോ മലബാർ സഭയിലുള്ള പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം അവിടെ അച്ഛന്മാരുടെ ചർച്ച ചെയ്തിട്ടും ജനങ്ങളുടെ ചർച്ച ചെയ്തിട്ടും അല്ല ലിറ്റർജി തീരുമാനിക്കണേ. നമ്മൾ തെറ്റായൊരു കീഴ്വഴക്കം ഉണ്ടാക്കി പോയതാണ്. ലിറ്റർജി ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളും അച്ഛന്മാരും അല്ല, അത് മെത്രാന്മാർ തന്നെയാണ്. അവരെ സഹായിക്കാൻ ചിലരൊക്കെ ഉണ്ടാകാം. മെത്രാന്മാരുടെ പ്രപ്പോസൽ തെറ്റാണെന്ന് നരിവെളിച്ചം പലപ്പോഴും പറയുന്നുണ്ട്. മെത്രാന്മാരല്ലാണ്ട് പിന്നെ ആരാണ് ലിറ്റർജിയുടെ കാര്യം തീരുമാനിക്കേണ്ടത്? മെത്രാന്മാരുടെ പ്രപ്പോസൽ തെറ്റാണെന്ന് നരികുളച്ചൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ലിറ്റർജിയുടെ അധ്യക്ഷൻ ആരാണ്? നരികുളച്ചനാണോ? അത് മെത്രാന്മാരല്ലേ അത് തീരുമാനിക്കേണ്ടത്? അത് നരികുളച്ചന് അറിയില്ല എന്നുണ്ടോ? ലിറ്റർജിയുടെ അധ്യക്ഷൻ ലിറ്റർജിയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മെത്രാന്മാരാണെന്ന സത്യം അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇത് എറണാകുളത്തെ ജനങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണോ ലിറ്റർജി? അങ്ങനെയാണോ അച്ഛൻ പഠിച്ച ഡോക്ടറേറ്റിലുള്ളത്? വീണ്ടും നരികുളച്ചൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ അഭിപ്രായത്തിൽ 3-ാമത്തെ അധ്യായമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടത്. 50-50 എന്ന ഫോർമുല അപ്രസക്തമാണെന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. ഈ ഒത്തുതീർപ്പൽ ഉതപ്പുകൾ എന്ന ഗ്രന്ഥത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ. ഈ ചരിത്രത്തിൽ 50-50 എന്ന ഫോർമുല ഇല്ല, ഒരു സഭയിലും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഒന്നുകിൽ കിഴക്കെന്ന ദിശയിലേക്ക്, അല്ലെങ്കിൽ മധ്യത്തിൽ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് 50-50 എന്ന് അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഇതാണ്. കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായി ചൊല്ലുമ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് ജനങ്ങളെ നോക്കി എങ്ങനെ പറയും? സർവാധീനം കർത്താവേ നിന്നെ ഞങ്ങൾ നമിക്കുന്നു. അച്ഛൻ അങ്ങനെ കുമ്പിട്ട് കാണിക്കുന്നുണ്ട്. നിന്നെ ഞങ്ങൾ നമിക്കുന്നു സ്തുതിക്കുന്നുവെന്ന് എങ്ങനെ ജനങ്ങളെ നോക്കി പറയും? പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങൾ കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ നോക്കി നിൽക്കുക? അതൊക്കെ ആൾക്കാരിലേക്ക് നോക്കി പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ കുരിശിലേക്ക് നോക്കി പറയണം. ഇത് നരികുളച്ചൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്കതിൽ കെണി മനസ്സിലായ? നരികുളച്ചോ, ഞങ്ങൾ സുറിയാനി കൽദായ കത്തോലിക്കരെ സീറോ മലബാർ സഭ വൈദികർ കുർബാന അർപ്പിക്കുമ്പോൾ ബാമയിൽ ഒരു മാർത്തോമ കുരിശ് വയ്ക്കും. മരിച്ചിട്ട് ഉത്ഥാനം ചെയ്ത കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന കുരിശ്. അതിൽ കാൽവരിയുണ്ട്, കബറടക്കമുണ്ട്, പരിശുദ്ധാത്മാവിന് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവന്റെ വൃക്ഷമായ കുരിശ്, അത് ചത്ത കുരിശല്ല, സ്ലീവ എന്നാണ് ഞങ്ങൾ പറയുക സുറിയാനി കത്തോലിക്കര്. കുരിശ് എന്നതിന് തടി എന്നല്ല അർത്ഥം, കുരിശിലേറിയവൻ എന്നാണ്. പക്ഷേ അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തു. കള്ളന്മാരും കുരിശിൽ മരിച്ചു, പക്ഷെ അവർ ഉത്ഥാനം ചെയ്തില്ല. കള്ളന്മാരുടെ കുരിശല്ല ഇത്, കർത്താവിൻ്റെ കുരിശാണ്. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ, അത് പരിശുദ്ധ ഉയർപ്പിക്കപ്പെട്ടു എന്നല്ലേ ബൈബിളിൽ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു പരിശുദ്ധാത്മന് ശക്തിയാൽ. ഇതെല്ലാം ചിത്രീകരിക്കുന്ന ആ മാർത്തോമ കുരിശ് വെച്ചിട്ട് ബാമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സുറിയാനി കത്തോലിക്കരെ സീറോ മലബാർ സഭ കുർബാന അർപ്പിക്കുന്നത്. അപ്പോ ഈ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, നരികുളച്ചോ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജനാഭിമുഖം എന്ന് പറയരുത്, കുരിശഭിമുഖം എന്ന് പറയണം. കാരണം കുരിശ് വെച്ചിട്ട് കുരിശിനെ നോക്കിയാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. ഈ സുറിയാനി കത്തോലിക്കരായ സീറോ മലബാർ സഭയിൽ ബാമയിൽ കുരിശിലേക്ക് നോക്കിയിട്ടല്ലേ ഞങ്ങൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നോ, അല്ലെങ്കിൽ സർവാധീനം കർത്താവേ എന്നോ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തൻ എന്നൊക്കെ പറയുന്നേ? അവിടെ കുരിശില്ലേ? അപ്പോൾ 50-50 എന്ന ഫോർമുലയിൽ അപകടമുണ്ട് എന്ന് അച്ഛൻ പറയുന്നത് ഈ എങ്ങനെയാണ് ജനങ്ങളെ നോക്കി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുക? എങ്ങനെയാണ് ജനങ്ങളെ നോക്കി സർവാധീനം കർത്താവേ എന്ന് പറയുക? എങ്ങനെയാണ് ജനങ്ങളെ നോക്കി പരിശുദ്ധനായ ദൈവമേ എന്ന് പറയുക? അച്ഛൻ പറയുന്ന അതേ യുക്തി, അതായത് അച്ഛൻ പറയുന്നത് ജനാഭിമുഖ കുർബാന അല്ല, കുരിശഭിമുഖ കുർബാന എന്ന് പറയുന്നുണ്ടല്ലോ എറണാകുളത്തുള്ളത്. അവിടെ പറയുന്നത് ജനങ്ങളോ അഭിമുഖമായിട്ടല്ല ഞങ്ങൾ കുർബാന ചൊല്ലുന്നത്, കുരിശഭിമുഖമാണെന്നാണ്. സീറോ മലബാർ സഭയിലും കുരിശഭിമുഖമല്ലേ? 50-50 കുരിശഭിമുഖമല്ലേ? അല്ലേ? നിങ്ങൾ കുരിശ് വെച്ച് ചൊല്ലിയാൽ അത് കുരിശഭിമുഖവും, സീറോ മലബാർ സഭയിലെ വൈദികർ കുരിശ് വെച്ച് ചൊല്ലിയാൽ അത് ജനാഭിമുഖമോ ആവുന്ന എങ്ങനെയാ? 50-50 മുഴുവൻ നേരം ജനങ്ങൾ നോക്കിയെന്നല്ല അതിൽ അപകടമില്ല. കുറച്ച് നേരം ജനങ്ങൾ നോക്കിയാൽ അപകടം എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് നരികുളച്ചോ? മാത്രമല്ല അവിടെ കുരിശ് വെച്ചിരിക്കുന്നു. ഈ 50-50 കുരിശ് വെച്ചിട്ടുണ്ട്.
അപ്പൊ അതിന് അപകടമുണ്ടെന്ന് അച്ഛൻ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? കുരിശിലേക്ക് നോക്കിയല്ലേ അച്ഛൻ നിൽക്കുന്നത്? കുരിശിലേക്ക് നോക്കിയല്ലേ ജനങ്ങൾ നിൽക്കുന്നത്? അപ്പോൾ അവിടെ 50-50 ജനങ്ങളെ നോക്കുന്നു, കുറച്ചു നേരത്തെ ജനങ്ങൾ നോക്കുന്നു എന്ന അപകടമുണ്ട് എന്ന് അച്ഛന് ഇത് പറയാൻ നാണാവില്ലേ? ഒരു ഉളുപ്പ് തോന്നണില്ലേ ഇത് പറയുമ്പോൾ? ഇത് അപകടമാണെന്ന് പറയാൻ. വീണ്ടും നരികുളച്ചൻ്റെ വാക്കുകളിലേക്ക്. ഒന്നുകിൽ കിഴക്കോട്ട് നോക്കി ചൊല്ലണം, അത് അർത്ഥവത്താണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ചുറ്റും വരുന്ന കുർബാന ചൊല്ലണം, അതും അർത്ഥവത്താണ്. അല്ലാതെ 50-50 അപ്രസക്തമായ ഫോർമുലയാണ്. ഇനി അഥവാ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വേണമെങ്കിൽ ചെയ്യേണ്ടത് 2 കുർബാനയുള്ളപ്പോൾ ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞും മറ്റത് ജനാഭിമുഖ കുർബാനയും. ഒരു കുർബാനയുള്ള മാത്രമുള്ളിടത്ത് ഒന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ മറ്റോണം. എങ്ങനെയുണ്ട്? 2 രീതികളും അംഗീകരിക്കുന്നതാണെങ്കിൽ ഒത്തുതീർപ്പാണെന്ന് പറയാം. ഏത്? കിഴക്കോട്ട് തിരിഞ്ഞും ജനാഭിമുഖവും. അല്ലാതെ 50-50 എന്ന ഫോർമുല ദൈവശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും ലിറ്ററേച്ചർ പാരമ്പര്യം വെച്ച് നോക്കിയാലും ഒരു യഥാർത്ഥ സൊല്യൂഷൻ അല്ല. അതിന് വലിയ അപാകതയുണ്ട്, അപകടമുണ്ട്. സർവാധുനം പാടുമ്പോൾ ജനങ്ങളെ മുഖത്തേക്ക് നോക്കി നിൽക്കുക, ഫുള്ളി കിഴക്കോട്ട് നോക്കുക, ആശീർവാദത്തിനും മറ്റുമായി ജനങ്ങൾക്ക് തിരിയുക, അത് തെറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും ആൾക്കാർക്ക് ചുറ്റും. 50-50 ഫോർമുല അത്ര സ്വീകാര്യമായ ഫോർമുലയല്ല. ഇതാണ് നരികുളച്ചൻ്റെ വാക്കുകൾ. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടോ? ഫാദർ നരികുളം, നിങ്ങൾ സൂത്രശാലിയായ നരിയാണ്, നിങ്ങൾ സൂത്രശാലിയായ കുറുക്കനാണ്. കർത്താവ് ഈശോമിശിഹ വാക്കുപയോഗിച്ചിട്ടുണ്ട് ഹെരോദസിനെ കുറിച്ച്. നിങ്ങൾ പോയ കുറുക്കനോട് പറയാ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നും നാളെയും എൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മറ്റന്നാൾ അത് പൂർണ്ണതയിലെത്തിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇത് തന്നെയാണ് ഈ നരിയായ സൂത്രശാലിയായ നരികുളമച്ചനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളും ഞങ്ങളിവിടെ ഉണ്ടാകും. ഇത് നിവൃത്തിയാക്കിയിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിവൃത്തിയാക്കിയിട്ടേ ഞങ്ങൾ പോകൂ. അച്ഛൻ്റെ ഒരു സൂത്രവും നടക്കില്ല. എന്താണ് അച്ഛൻ്റെ വാക്കുകൾ? ഒത്തുതീർപ്പ് ഫോർമുല വേണമെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്: 2 കുർബാനയുള്ളപ്പോൾ ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞും മറ്റത് ജനാഭിമുഖ കുർബാനയും. അപ്പൊ ജനങ്ങളെ നോക്കിയിട്ട് സർവാധുനം പാടാൻ കുഴപ്പമില്ല, അത്തരം ദൈവത്തിന് സ്തുതി പറയാൻ കുഴപ്പമില്ല, പിന്നെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പറയാൻ കുഴപ്പമില്ല. ഒത്തുതീർപ്പാണല്ലോ. ഒരു കുർബാന മാത്രമുള്ളിടത്ത് ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ മറ്റോണം. അതായത് ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്ന കോപ്രായം സഭ അംഗീകരിച്ച് തരണം. ലിറ്റർജിക്കൽ വേരിയന്റ് ഇതാണ് സൂത്രം. സമവായ കോപ്രായം തുടരണം. അതാണ് ശരിയെന്ന് കാണിക്കാൻ വളഞ്ഞ് മൂക്ക് പിടിക്കുകയാണ് നരികുളമച്ചൻ. നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഈ വാക്കുകൾ? അദ്ദേഹത്തിന്റെ വാക്ക് 2 കുർബാനയുള്ളപ്പോൾ ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞും മറ്റത് ജനാഭിമുഖ കുർബാനയായും. ഒരു കുർബാന മാത്രമുള്ളിടത്ത് ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ അങ്ങനെ. മൊത്തം ആശയക്കുഴപ്പമുണ്ടാക്കുക. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു, ദിയാബോളോസ് എന്ന വാക്ക് ദിയ ത്രൂ എന്നാണ്. ബോളോസ് എന്ന് വെച്ചാൽ എറിയ, ഇടയിലൂടെ എറിയ എന്ന് വെച്ചാൽ മൊത്തം ആശയക്കുഴപ്പം ഉണ്ടാക്കുക. അത് ആരുടെ രീതിയാണ്? ദിയാബോളോസ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡയബോളിക്, പൈശാചികം. ഇടയിലൂടെ ഇങ്ങനെ ഇടയിലൂടെ എറിഞ്ഞ് മൊത്തം കലക്കുക. അതാണ് ഈ സൂത്രശാലിയായി നരികുളമച്ചൻ ചെയ്യുന്നത്. കടുത്ത അപരാധമാണ് നരികുളച്ചൻ ചെയ്യുന്നത് സഭയോടും കർത്താവിനോടും. തങ്ങളുടെ നിഗൂഢ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ വാക്കുകൾ തന്നെ നോക്കുക. 2 കുർബാനയുള്ളപ്പോൾ ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞും മറ്റത് ജനാഭിമുഖം കുർബാനയായും. അതായത് രാവിലെ 6:30 കുർബാന കിഴക്കോട്ട് അഭിമുഖം, കുട്ടികളുടെ കുർബാന ജനാഭിമുഖം. ജനങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്നറിയാതെ. ഒരു കുർബാന ഒരു ദിവസം ഉള്ളെങ്കിൽ ഇന്ന് കിഴക്കോട്ട്, നാളെ ജനാഭിമുഖം. ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന കാര്യം ഉണ്ടായിരുന്നില്ല നരികുളച്ചു. ഇത്രയും സൂത്രം വെക്കേണ്ടിയിരുന്നില്ല. നിങ്ങളെപ്പോലെ മണ്ടന്മാരാണ് കേൾക്കുന്നവരെല്ലാം എന്ന് എങ്ങനെയാണ് നരികുളച്ചു നിഗമനത്തിലെത്തിയത്? ചുരുങ്ങിയ പക്ഷം ബെനഡിക്ട് പാപ്പായുടെ 6 പുസ്തകങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്ത മാണിപ്രംലച്ചനോടെയുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി വായിച്ച് പല പ്രാവശ്യം വായിച്ച് അതിൽ നിന്നും റെഫറൻസുകളും മറ്റുമൊക്കെ എടുത്ത് ഈ ലിറ്റർജി പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഞാനിത് കേൾക്കുമെന്നെങ്കിലും വിചാരിക്കാമായിരുന്നില്ലേ? അതോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഒരു ഒത്തുതീർപ്പ് ഫോർമുല വേണമെങ്കിൽ
ചെയ്യേണ്ടത് ഇതാണ്: ഒരു കുർബാനയോടൊപ്പം ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞും മറ്റത് ജനാഭിമുഖമായും. ഒരു കുർബാനയെ ഒരു പള്ളിയിലുള്ളെങ്കിൽ ഇന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നാളെ ജനാഭിമുഖം. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നില്ലേ? കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്നല്ലേ ഞങ്ങൾ സുറിയാനി കത്തോലിക്കർ ഇത്ര കൊല്ലം പറഞ്ഞുകൊണ്ടിരുന്നത്? അതിനെ നിങ്ങൾ സ്വതന്ത്ര സഭക്കാർ നഖശിഖാതം എതിർത്തുകൊണ്ടിരുന്നു. ദൈവശാസ്ത്രമോ ചരിത്രമോ വ്യാഖ്യാനമോ ലിറ്ററേച്ചർ പാരമ്പര്യവും ഇല്ലാത്ത അച്ഛൻ്റെ തന്നെ വാക്കുകളാണ്. ജനാഭിമുഖം വേണമെന്ന് നിങ്ങൾ സ്വതന്ത്ര സഭക്കാർ വാശി പിടിച്ചു. നരികുളച്ചൻ തന്നെ പറഞ്ഞതാണ്, അതിന് ദൈവശാസ്ത്രമില്ല, ചരിത്രമില്ല, വ്യാഖ്യാനമില്ല, ലിറ്ററേച്ചറുടെ പാരമ്പര്യമില്ല, സിംബോളിസം ഇല്ല ജനാഭിമുഖ കുർബാനയ്ക്ക്. അച്ഛൻ തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ തുടങ്ങിയ പ്രതിഭാസത്തിന് എങ്ങനെയാണ് ചരിത്രമുണ്ടാകുക, അത് ചരിത്ര പുസ്തകം എങ്ങനെ എഴുതി വെക്കും എന്നൊക്കെ അച്ഛൻ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ജനാഭിമുഖ കുർബാനയ്ക്ക് ദൈവശാസ്ത്രമില്ല, ചരിത്രമില്ല, വ്യാഖ്യാനമില്ല, ലിറ്ററേച്ചർ പാരമ്പര്യമില്ല, സിംബോളിസം ഇല്ല. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്. അത് വേണമെന്ന് നിങ്ങൾ സ്വതന്ത്ര സഭക്കാർ വാശി പിടിക്കുന്നു. അപ്പോ സഭയിൽ ഐക്യമുണ്ടാകാൻ മെത്രാന്മാർ, ഇവിടെയാണ് മെത്രാന്മാരുടെ ജീനിയസ് ഞാൻ പറയാൻ പോകുന്നത്. ആ ജീനിയസിന് ഒരു അടിസ്ഥാനവും ഞാൻ പറയാണ്. ഇങ്ങനെ കിഴക്കോട്ട് നോക്കി മുഴുവൻ നേരം കിഴക്കിന് അഭിമുഖമായി ദൈവോന്മുഖ കുർബാന വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സുറിയാനി കത്തോലിക്കരായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ സ്വതന്ത്ര സഭക്കാർ പറഞ്ഞു അത് പറ്റില്ല, ജനാഭിമുഖം വേണം. സഭയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ലല്ലോ, ശീഷ്മ ഒഴിവാക്കണമല്ലോ. അതിന് മെത്രാന്മാർ കണ്ടെത്തിയ ഒരു ജീനിയസ് മാർഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. ദൈവശാസ്ത്രവും ചരിത്രവും വ്യാഖ്യാനവും ലിറ്ററേച്ചറുടെ വലിയ പാരമ്പര്യവും സിംബളിസവുമുള്ള സംഗതികളെല്ലാം അനാഫറയിൽ നിലനിർത്തുക. അപ്പം ദൈവശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, വ്യാഖ്യാനമുണ്ട്, ലിറ്ററേച്ചറുടെ വലിയ പാരമ്പര്യമുണ്ട്, സിംബോളിസമുണ്ട്. അത് അനാഫറയിൽ നിർത്തുക, കിഴക്കോട്ട് തിരിഞ്ഞ്. ഇവയൊന്നുമില്ലാത്ത നിങ്ങളുടെ ജനാഭിമുഖം, അതായത് ദൈവശാസ്ത്രമില്ല, ചരിത്രമില്ല, വ്യാഖ്യാനമില്ല, ലിറ്ററേച്ചറുടെ വലിയ പാരമ്പര്യമില്ല, സിംബോളിസം ഇല്ല, അത് വചനശുശ്രൂഷയിൽ നിർത്തുക, ആക്കുക. അതാണ് 1999 മെത്രാന്മാർ ഒത്തുതീർപ്പ് ഫോർമുലയായി മുന്നോട്ട് വെച്ചത്. ഇതാണ് 1999 തീരുമാനം. അതിന് ഈ മെത്രാന്മാർ പറഞ്ഞൊരു ന്യായം ബെനഡിക്ട് മാർപ്പാപ്പ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ വായിച്ച, നരികുളം അച്ഛൻ വായിച്ച അതേ പുസ്തകത്തിൽ അതുണ്ട്. അദ്ദേഹം പറയാണ്, ഇനി ലിറ്ററേച്ചറുടെ നവീകരണം വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, ബെനഡിക്ട് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ, ലിറ്ററേച്ചറുടെ സ്വഭാവം വെച്ച് വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലുകയും അതൊരു പീഠത്തിൽ, അനാഫറ ദൈവോന്മുഖമായി ബലിപീഠത്തിൽ ചൊല്ലുന്നതുമാണ് അഭികാമ്യം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലിറ്ററേച്ചറുടെ സ്വഭാവം അനുസരിച്ച് വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനങ്ങളോട് വചനം പ്രസംഗിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. അത് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിൽ തെറ്റില്ല. അനാഫർ എന്ന് പറയുന്നത് കുരിശിലെ ബലി സന്നിഹിതമാക്കുകയാണ്. ക്രിസ്തു പിതാവിന് തന്നെ സമർപ്പിക്കുന്ന ആ ബലിയാണ്. അത് കൊടുത്തിട്ട് പറയാണ്, എൻ്റെ ജീവൻ എടുത്തിട്ട് അവരുടെ ജീവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുക, പാപത്തിന്റെ ശിക്ഷയെ മരണത്തിൽ രക്ഷിക്കുക. ഇത് ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് ഏക മധ്യസ്ഥനായി നിന്ന്. ഇത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിലുള്ളത്. വെളിപാട് പുസ്തകത്തിൽ കൊല്ലപ്പെട്ടെന്ന് തോന്നിക്കുന്ന കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു പിതാവിന്റെ മുമ്പിൽ. ആ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ് ബലിപീഠത്തിൽ നടക്കുന്നത്. അതിനാൽ അത് കിഴക്കോട്ട് നോക്കി പിതാവിങ്കലേക്ക് നോക്കി ചെയ്യുക. അതിന് ദൈവശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, വ്യാഖ്യാനമുണ്ട്, ലിറ്ററേച്ചറുടെ വലിയ പാരമ്പര്യമുണ്ട്, സിംബോളിസമുണ്ട്. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ അതേ പുസ്തകത്തിൽ, ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നരികളച്ചൻ കോട്ട് ചെയ്ത അതേ പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ടാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മെത്രാന്മാർ, സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ ഈ ഒരു നിർദ്ദേശം റോമായുടെ മുമ്പിൽ വെച്ചു. അതായത് എറണാകുളം ജനാഭിമുഖത്തിന് വാശി പിടിക്കുന്നു. അതിന് ദൈവശാസ്ത്രമില്ല, ചരിത്രമില്ല, പശ്ചാത്തലമില്ല, പാരമ്പര്യമില്ല, പൈതൃകമില്ല, സിംബോളിസം ഇല്ല. എന്നാലും അവർ വിട്ടുപോകാതിരിക്കാൻ ജനാഭിമുഖമായിട്ട് വചന ശുശ്രൂഷ. മാത്രമല്ല ബെനഡിക്ട് മാർപ്പാപ്പ അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവോന്മുഖമായിട്ട് അനാഫറ. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ നിർദ്ദേശിച്ചത്. ഇത്രയും വലിയ പണ്ഡിതൻ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ദൈവശാസ്ത്രന്മാരിൽ ഒരാളാണ് ഈ ബെനഡിക്ട് മാർപ്പാപ്പ. അദ്ദേഹമാണ് ഈ 50-50 50-50 ഫോർമുലയുടെ ഉപജ്ഞാതാവ്. 50-50 ഫോർമുലയുടെ എന്താ പറയുക, അതിൻ്റെ ദൈവശാസ്ത്രം ആവിഷ്കരിച്ചത് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. നരികുളച്ചന് മാത്രമാണ് അത് അപ്രസക്തമായി തോന്നുന്നത്. വിമത വൈദികർക്ക് മാത്രമാണ് അത് ചേരില്ലെന്ന് തോന്നുന്നത്. കാരണം അവർക്കാണ് ദൈവശാസ്ത്രമില്ലാത്തത്, ചരിത്രമില്ലാത്തത്, വ്യാഖ്യാനമില്ലാത്തത്, ലിറ്ററേച്ചറിന്റെ പാരമ്പര്യമില്ലാത്തത്, പൈതൃകമില്ലാത്തത്, സിംബോളിസം ഇല്ലാത്തത്.
ഈ നിർദ്ദേശം റോമയിലേക്ക് വെച്ചപ്പോൾ റോമ ശരിക്കും അത് അത്ഭുതപ്പെട്ടു. കാരണം ലത്തീൻ സഭയിലും സ്വീകരിക്കാനിരിക്കുന്ന ഒരു മാതൃക മുമ്പേ പറക്കുന്ന പക്ഷികളെ പോലെ സീറോ മലബാർ സഭ വെച്ചിരിക്കുന്നു. മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ, ദൈവശാസ്ത്രത്തിൽ എന്ന പോലെ പൗരസ്ത്യ സഭ പാശ്ചാത്യ സഭയ്ക്ക് മുമ്പേ പോയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമിൽ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുക, റോമിൽ നിന്ന് ആ നിർദ്ദേശം വന്നത്, നിങ്ങൾ 99 പറഞ്ഞ നിർദ്ദേശം തക്സയിൽ എഴുതി വെക്കണം, തക്സയിൽ എഴുതണം. അത് ഞാൻ ഇന്നലെ വായിച്ചു. ഞാൻ അതിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണും, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ റോമിൽ നിന്ന് മെത്രാമാർ 99 വെച്ച നിർദ്ദേശമാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശം വായിച്ചിട്ടോ അല്ലയോ, നമ്മുടെ മെത്രാമാർ വളരെ ജീനിയസ് ആയി ദൈവശാസ്ത്രം പഠിച്ച് മുന്നോട്ട് വെച്ച, സഭയെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് വചന ശുശ്രൂഷ. 50-50 എന്ന വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ ഇവർ ഉപയോഗിച്ചതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചു. ഏകീകൃത കുർബാന എന്ന വാക്ക് പോലും ശരിയല്ല, സഭയുടെ കുർബാന എന്നേ പറയാവൂ. ഏകീകരണം സഭയുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള കുർബാന എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ 50-50 ഫോർമുല എന്നുള്ള വാക്ക് പോലും ശരിയായിട്ട് ഫോർമുലയല്ല. അതെല്ലാം വിമത വൈദികരെ ഇല്ലേ, അത് പ്രചരിപ്പിച്ചുണ്ടാക്കുകയാണ്. തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും. അത് എറണാകുളത്തിന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി, അതായത് നിങ്ങളുടെ ജനാഭിമുഖം എന്ന ആശയത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല, സഭ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണത്. അതിനെ ഇപ്പോൾ കളിയാക്കി പരിഹസിച്ച് നരികുളത്തിനെ പോലെ ഇല്ലേ മാന്യമായിട്ട് പെരുമാറേണ്ട ഒരാളാണ് ഇത്രമാത്രം മോശമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം കണ്ട് ഇല്ലേ വിസ്മയം കൊണ്ട റോമ അത് എഴുതി വെക്കാൻ പറഞ്ഞു. കാരണം പിന്നീട് റെഫറൻസ് വേണം, ഈ തക്സ റെഫർ ചെയ്യണം. അതുകൊണ്ട് മെത്രാമാരുടെ ഈ ഒരു പ്രപ്പോസൽ മാത്രമായി നിന്നാൽ പോരാ, റോമയുടെ തീരുമാനമായിട്ട് വേണം, തക്സയിൽ വേണമെന്ന് റോം നിർബന്ധം വെച്ചത് റോമിന് പോലും പിന്നീട് ഇത് മാതൃകയായി സ്വീകരിക്കാൻ വേണ്ടിയാണ്. ലത്തീൻ സഭയിൽ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഇതിൻ്റെ ലിറ്റർജിയുടെ പരിഷ്കാരം ലത്തീൻ സഭയിൽ ഉണ്ടാകുക. അതായത് വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫ്ര ദൈവോന്മുഖമായും, അങ്ങനെയാണ് ലത്തീൻ സഭയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അതിന് കാരണം ബെനഡിക്ട് മാർപ്പാപ്പ അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ദൈവശാസ്ത്രം. ആ ദൈവശാസ്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ, ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിലെ ആ ഭാഗം നരികുളം വച്ചോ അങ്ങ് വായിച്ചില്ലേ? അതോ വായിച്ചിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് പറ്റാറുണ്ട്. അല്ലെങ്കിൽ തലതിരിഞ്ഞ് മനസ്സിലാകും. ഇന്നലെ പറഞ്ഞല്ലോ, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു, മാർപ്പാപ്പ തെറ്റ് ചെയ്തു, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റി എന്നൊക്കെ. അതല്ലെന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. സൂചിപ്പിക്കല്ല, ഞാൻ സമർത്ഥിച്ചു, തെളിയിച്ചു കഴിഞ്ഞു. ഇനി സുറിയാനി കത്തോലിക്ക സഭയിലെ, സുറിയാനി കൽദായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ നരികുളച്ചൻ്റെ പുസ്തകം വായിക്കുക, എന്നിട്ട് നരികുളം അച്ഛനോടും വിമത വൈദികരോടും അൽമായ മുന്നേറ്റക്കാരോടും വരാൻ പറയുക, വിളിച്ചു കൂട്ടുക, വലിയൊരു മീറ്റിംഗ്. എന്നിട്ട് ഈ നരികുളച്ചൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ നേതാവ് പറഞ്ഞിരിക്കുന്ന എന്താണ്, ഫുള്ളി കിഴക്കോട്ട് നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിന് ദൈവശാസ്ത്രമുണ്ട്, അതിന് പാരമ്പര്യമുണ്ട്, അതിന് പൈതൃകമുണ്ട്, അതിന് ചരിത്രമുണ്ട്, വ്യാഖ്യാനമുണ്ട്, സിംബോളിസമുണ്ട്, എല്ലാമുണ്ട്. ഫുള്ളി കിഴക്കോട്ട് നോക്കുക, അതാണ് ഏറ്റവും നല്ലതെന്ന് നരികുളച്ചൻ എഴുതിയിട്ടുണ്ട്. അത് എറണാകുളത്ത് നടപ്പാക്കുക. അത് എറണാകുളത്ത് നടപ്പാക്കൂ. എല്ലാ രൂപതകളും അത് നടപ്പാക്കിക്കോളും. എറണാകുളത്ത് നടപ്പാക്കാനേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ രൂപതകളും നടപ്പാക്കിക്കോളും. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ അടക്കം ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ ചർച്ച ചെയ്ത് ഇനിയൊരു ചർച്ചയില്ല, ഇത് നടപ്പാക്കുക. കാരണം നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാനയാണ്, ദൈവോന്മുഖ കുർബാനയാണ്. കിഴക്കോട്ട് തിരിയാൻ പറ്റില്ലെങ്കിൽ ദൈവോന്മുഖം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്, സ്വർഗത്തിൻ്റെ സിംബോളിസം ഉള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞിട്ടുള്ള കുർബാന. ഒരു കാര്യം ഒന്ന് ആവർത്തിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ എറണാകുളത്തെ ജനാഭിമുഖ കുർബാനയിൽ ഒരു കുരിശ് വെച്ച് കുർബാന ചൊല്ലിയാൽ അത് കുരിശഭിമുഖം. ഈ പറഞ്ഞ 50-50 ഫോർമുല, അത് സൗകര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുക. 50-50 ഫോർമുലയിൽ കുരിശ് വെച്ച്, മാർത്തോമ കുരിശ് വെച്ച് അവിടേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അത് ജനാഭിമുഖമാണ്, കുരിശഭിമുഖമല്ല. ഇതാണ് നരികുളച്ചൻ കണ്ട അപകടം, ആപത്ത്. എന്തെങ്കിലും യുക്തിയോ എന്തെങ്കിലും ബോധമോ അതിനകത്തുണ്ടോ? എന്തെങ്കിലും യുക്തിയോ എന്തെങ്കിലും ബോധമോ അതിനകത്ത്? ബോധമുള്ളവരാരെങ്കിലും ഇങ്ങനെ പറയുമോ? നരികുളച്ചൻ ചിലപ്പോൾ ഈ സുറിയാനി സീറോ മലബാർ സഭയുടെ കുർബാന ചൊല്ലിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കുരിശ് വെച്ചിട്ടുണ്ടാവില്ല. ഈ ബാമയിൽ കുരിശ് വെച്ച് ചൊല്ലുന്ന രീതി നരികുളച്ചൻ ചിലപ്പോൾ പരിചയക്കുറവുണ്ടാവും.
കാരണം വിമതർക്ക് ഇതിനെതിരാണല്ലോ. കുരിശ് കണ്ട ചെകുത്താന്മാരെ പോലെയാണ് അവർ ഈ മാർത്തോമ്മ കുരിശ് കണ്ടാൽ. അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെയാണ് കുർബാന എന്ന്. ഒരു റാസ കുർബാന ബസലിക്ക പള്ളിയിൽ വെക്കൂ ഇവർക്ക് വേണ്ടി, നരികുളച്ചനും വിമത വൈദികർക്കും വേണ്ടി. എങ്ങനെയാണ് ഞങ്ങൾ സുറിയാനി കത്തോലിക്കർ എങ്ങനെയാണ് കുർബാന ചൊല്ലുന്നത് കാണിക്കാൻ. ഞങ്ങൾ ജനങ്ങളെ നോക്കിയല്ല മാർത്തോമ്മ കുരിശ് വെച്ചിട്ടാണ് കുർബാന ചൊല്ലുന്നത്. അതുകൊണ്ട് 50-50 കുരിശഭിമുഖമാണ്, അല്ലാണ്ട് ജനാഭിമുഖമല്ല എന്ന കാര്യം നരികുളച്ചനും പിന്നെ വിമത വൈദികരും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു റിഹേഴ്സലായിട്ടോ അല്ലെങ്കിൽ ശരിക്കുള്ള കുർബാനയോ ബസലിക്കയിൽ വയ്ക്കി. ഇത്രയും വിവരക്കേട് പറഞ്ഞ് അത് എഴുതി വെച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം എഴുതി നന്നായി. ഇത്രമാത്രം വിവരക്കേട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഗംഭീരം. വിവരക്കേടുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഗംഭീരം. ചരിത്രം മുഴുവൻ നിങ്ങളെ കുറിച്ച് വിലയിരുത്തട്ടെ. ഇപ്പോൾ നമുക്ക് ഈ നരികുളച്ചന്, മോൺസിഞ്ഞർ നരികുളത്തിന് ബോധവും മാനസാന്തരവും ഉണ്ടാകാനും അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തോടൊപ്പം വിമത വൈദികർക്ക് മാനസാന്തരം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.